പക്ഷേ ഖത്തറിന് എന്തായാലും ഇന്ത്യ പണി കൊടുക്കും, ഇരന്ന് വാങ്ങുകയാണ് ഖത്തർ എന്നുള്ളത്. അതായത് ബംഗ്ലാദേശിൽ ഹിന്ദുത്വ കലാപം ഉണ്ടാക്കാനായി അവിടുത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് നൽകിയത് ഖത്തറാണെന്നുള്ള വാർത്തകളാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഖത്തർ ഇതിനു മുൻപ് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് അൺഡിക്ലെയർഡ് ആയിട്ടാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിൻ്റെ ഈ ഒരു നീക്കം ഏത് തരത്തിലായിരിക്കും ഇന്ത്യയെ ബാധിക്കുന്നത്? ഇന്ത്യ ഇനി ഇത് അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഖത്തറിനെ അത് ബാധിക്കാൻ പോകുന്നത്? അല്ല, ഇന്ത്യയും ഖത്തറും തമ്മിൽ ഇപ്പോൾ നിലവിൽ നല്ല രാഷ്ട്രീയ ബന്ധവും അതേപോലെ തന്നെ സാമ്പത്തിക ഇടപാട് ബന്ധവും നിലനിൽക്കുന്നതാണ്. നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഭാരതവും അതേപോലെ തന്നെ ഖത്തറും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ നല്ല ബന്ധങ്ങളാണ്. വളരെ സുദൃഢമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം ഇപ്പോൾ ഖത്തറുമായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2047 വരെ നീളുന്ന ഒരു കരാർ നമ്മളും അവരും തമ്മിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 70-80 ബില്യൺ ആണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നതായിട്ടുള്ള പെട്രോളിയം. അപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് സ്വാഭാവികമായിട്ടും വലിയൊരു വരുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ യുദ്ധമുണ്ടാകുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തലാണ് എല്ലാവരും ചെയ്യുന്നത്. സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഒരു ഭാഗമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കുക എന്ന് പറയുന്നത്. റഷ്യയുമായിട്ട് ഉക്രൈൻ യുദ്ധത്തിലായപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം രൂപപ്പെട്ട സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ റഷ്യൻ ഉൽപ്പന്നങ്ങളെ യഥാർത്ഥത്തിൽ അവർ നിരോധിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ യൂറോപ്യൻ ശക്തികൾ പറഞ്ഞു റഷ്യയുടെ പെട്രോളിയം ഉൽപ്പന്നം വാങ്ങേണ്ടതില്ല എന്ന്. അങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് റഷ്യയെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ്. ആ സമ്മർദ്ദ തന്ത്രം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണ് റഷ്യയോടൊപ്പം നിന്ന് പൊളിച്ചു കളഞ്ഞത്. റഷ്യയിൽ നിന്ന് വളരെ വിലക്കുറവിനെ ആ സമയത്ത് നമ്മൾ ഒരുപാട് പെട്രോളുകൾ വാങ്ങി കൂട്ടി എന്നുള്ളതാണ്. ഖത്തറുമായിട്ട് ഉള്ള ഈ ഉടമ്പടി 2047 വരെയും പോകുന്നത് നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അവർ നമ്മളോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്, നമ്മൾ അവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഈ വർഗീയ ശക്തികൾ പലതരത്തിലും ഈ ബന്ധത്തെ തകർക്കുന്നതിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഖത്തറിൽ നിന്ന് ഇപ്പോൾ വലിയ തോതിൽ പണം ബംഗ്ലാദേശിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നും ആ പണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കളെ ആക്രമിക്കാനായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് പ്രേരകമായി തീരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഖത്തർ പണം കൊടുത്താണ് അത് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യം നിലക്ക് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. നമുക്ക് തീർച്ചയായിട്ടും അതിനെ എതിർക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പണി ഖത്തറിന് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള രീതിയിലേക്ക് ഇത് വന്നേക്കാം. അത് വരാതിരിക്കണമെങ്കിൽ ഈ ആരോപണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലാതിരിക്കണം. എന്ന് വെച്ചാൽ ഖത്തർ അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടാകണം എന്നില്ല. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വലിയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാകുകയും അവിടെ തീവ്രവാദികൾ ഭരണകൂടത്തിൽ കയറി പറ്റുകയൊക്കെ ചെയ്തതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് അവിടെ സ്വൈരമായിട്ട് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും നിരവധി ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. നിരവധി പേരെ കശാപ്പ് ചെയ്യുകയും ചെയ്തു. ഇത് എല്ലാ സ്ഥലത്തും കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറേ ആളുകൾ കൊന്നുകളയും. ആ കൊന്നുകളയുന്നത് ചില സ്ഥലത്ത് ജാതീയമായിട്ടുള്ള വിവേചനത്തിൻ്റെ പേരിലായിത്തീരും എന്നുള്ളതാണ് പ്രശ്നം. ബംഗ്ലാദേശിൽ അതാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ആ ഭീകരപ്രവർത്തനത്തിന് ഈ ഖത്തറിൻ്റെ പണം സഹായകരമായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നതാണ് ആരോപണം. ആരോപണം ശരിയാണെന്ന് ഇന്ത്യക്ക് തോന്നിയാൽ ഇന്ത്യ തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കും. എന്നുവെച്ചാൽ ഖത്തറിന് പണി കൊടുക്കും. ഖത്തറിൽ നിന്ന് നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ മാത്രമേ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പവർ ബാലൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ഇപ്പോൾ ഖത്തറിലെ വർക്ക് വിസ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വർക്ക് വിസ കൊടുക്കാത്തൊരു രീതിയിലേക്ക് ഖത്തർ പോകുന്നത് ഡിക്ലെയർഡ് ആയിട്ടില്ല, അൺഡിക്ലെയർഡ് ആണ്. അതായത് പുറത്ത് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ടുള്ള ഒരു നീക്കമാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമുള്ള ഖത്തറിന്റെ ഒരു സമീപനം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരിക്കലും അത് നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതികരണം ഏത് തരത്തിലായിരിക്കും? അല്ല, ഇതിപ്പോൾ ആരോപണം മാത്രമാണ്. ശരിയാണോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. കാരണം ഖത്തർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഖത്തറിലേക്ക് ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യാനികളും വരണ്ട, മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരോപണമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒഫീഷ്യൽസ്
ചിലപ്പോൾ ചില ഹിന്ദുക്കളുടെയും അതുപോലെ ക്രിസ്ത്യാനികളുടെയും ഒക്കെ വർക്ക് വിസ എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യുന്നുണ്ടാകും. ഉം. ആ, അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകാം. നീ ഹിന്ദു ആയതിൻ്റെ പേരിൽ വരണ്ട, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ വരണ്ട എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉം. പക്ഷേ അൺഡിക്ലെയർഡായിട്ട്, അതായത് അപ്രഖ്യാപിതമായിട്ടുള്ള ഉം. രീതിയിൽ അവരെന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു എന്നതാണ് അവർക്കെതിരായിട്ട് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ അത് പ്രകടമായി ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായിട്ട് വന്നാൽ മാത്രമേ സർക്കാരിന് അതിൻ്റെ ഇടപെടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ ഇടപെടാനായിട്ട് പറ്റില്ല. പക്ഷേ ബോധപൂർവം തന്നെ അവർ ഈ ഹിന്ദുക്കളെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളെയും എലിമിനേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് തുടരുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ ഇടപെടും. കാരണം ഗവൺമെൻറ് അതിൻ്റെ ഇടപെടാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അത് ആരോപണമായിട്ട് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ എന്നറിയില്ല ശരിക്കും. ഈ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളുമായി അടുത്ത ബന്ധമാണ് BJP സർക്കാർ പുലർത്തുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, കുവൈറ്റ് പോലെയുള്ള ഇപ്പോൾ സൗദിയിൽ തന്നെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ബന്ധമാണ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ഇന്ത്യയുടെ ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഈ ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്കൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ യൂനസ് സർക്കാർ ഷെയ്ഖ് ഹസീനയെ അടിച്ചു പുറത്താക്കിയതിന് ശേഷം വന്ന യൂനസ് സർക്കാർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്ക് തന്നെ തലവേദനയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഖത്തറിൻ്റെ ഇത്തരമൊരു ഫണ്ടിങ് എന്ന് പറയുമ്പോൾ അത് ഈ വലിയ ഊഷ്മളമായ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഒന്നല്ലേ? അത്തരത്തിൽ തീവ്രവാദികൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, തീവ്രവാദികൾ അതൊക്കെ ആഗ്രഹിക്കാം. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം എവിടെയും കുഴപ്പങ്ങളുണ്ടാക്കുക, നിലവിലുള്ള സമാധാനപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷം തകർക്കുക, വിവേചനം ശക്തിപ്പെടുത്തുക, ജാതീയതയും അതുപോലെ വർഗീയതയും ആളിപ്പടർത്തുക, ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ്. അതിന് നമുക്ക് ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഒന്നും ഇല്ല. തീവ്രവാദികളുടെ ഒരു സ്വഭാവം അതായിരിക്കും. അതിവിടെയും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ആ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ പോകുന്നില്ല എങ്കിൽ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. പോവുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഗവൺമെൻറ് നിർബന്ധിതമാകുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല, ഇപ്പോൾ ചൈന, അതേപോലെ തന്നെ കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, എല്ലാ രാജ്യങ്ങളും നമ്മൾ പരിശോധിച്ചുള്ളൂ. അവരൊക്കെ എടുക്കുന്ന ഈ അവരുടെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളത് എന്താണോ അതിനനുസരിച്ചാണ് അവർ നീങ്ങുന്നത്. നമ്മൾ എന്തിനാണ് അറബ് രാജ്യങ്ങളായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നത് വെച്ചാൽ നമ്മുടെ വ്യാപാര വാണിജ്യ സംവിധാനങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കുവൈറ്റുമായിട്ട് കൂടുതൽ ദൃഢമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മോദി സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയും അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ശ്രമങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുവൈറ്റായിട്ടായാലും അതേപോലെ തന്നെ സൗദി അറേബ്യ ആയിട്ട്, അതേപോലെ തന്നെ എല്ലാ അറബ് രാഷ്ട്രങ്ങളായിട്ടും നല്ല കച്ചവട ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തുടർന്ന് പോകും തന്നെ കണക്കാക്കുന്നത്. പക്ഷെ അതിനിടയിലാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു അതിനിടയിലുള്ളൊരു കല്ലുകടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ നിർമ്മിച്ച ഒരു രാജ്യം, ആ രാജ്യം ഇപ്പോൾ ഇന്ത്യയുടെ യാതൊരു വിധമായിട്ടുള്ള നിയന്ത്രണത്തിലും അല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നേരത്തെ ഒന്നും അവിടെ ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ വാർത്തകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ വാർത്തകൾ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം എന്ന നിലക്കും മാത്രമല്ല, ഇന്ത്യൻ വംശീയർ ഒരുപാട് പേര് ബംഗ്ലാദേശിലുണ്ട് എന്ന് നമുക്കറിയാവുന്ന. അങ്ങനെ വരുമ്പോൾ അതിൽ ഇടപെടാനായിട്ട് രാജ്യം നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഖത്തർ ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശരിയായിട്ടുള്ള രീതിയിൽ പരിശോധിക്കപ്പെടുന്നതിന് ശേഷം മാറ്റം വരുന്ന ഒരു സംവിധാനമായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മളുടെ ജനങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഭീകരവാദികൾക്ക് പണം കൊടുക്കുന്ന ഒരു രാജ്യത്തോട് നമുക്കങ്ങനെ നല്ല ബന്ധം ഉണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഒന്നില്ലെങ്കിൽ അവരത് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ട് വരും. കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള സമീപനം രാജ്യം എടുക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.